ഹലോ ഗേസ്, വെൽക്കം ബാക്ക് ടു ആകാശ് വ്ളോഗ്സ്. ഒരുപാട് നാൾക്ക് ശേഷം പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. വല്ലപ്പോഴൊക്കെയാണ് ഞാൻ വീഡിയോ ഇടുന്നത്, പക്ഷേ ഇടുന്ന വീഡിയോ ഒക്കെ മാക്സിമം നന്നാക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ആ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് എന്നെൻ്റെ വേറൊരു വിശ്വാസം. എനിവേ, ഇന്നത്തെ ദിവസം ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ദിവസമായിരിക്കും. കാരണം വേറെ ഒന്നുമല്ല, ഞാൻ പഠിക്കുന്ന സ്കൂൾ കണ്ടമംഗലം സ്കൂളിലെ എൻ്റെ ബാച്ചായ +2 സയൻസ് ബി ബാച്ചിൻ്റെ ഞാൻ ഉൾപ്പെടെയുള്ള 50 പേരുടെ ആ സ്കൂളിലെ ലാസ്റ്റത്തെ സെലിബ്രേഷനാണ്. ഫെയർവെല്ലാണ്, വേറെ ഒന്നുമല്ല. കഴിഞ്ഞ ലാസ്റ്റ് 2 ഇയേഴ്സിനെ പറ്റി പറയുമ്പോൾ ഒരുപാടുണ്ട്, അതൊക്കെ ലാസ്റ്റ് പറയാം. അതിനൊക്കെ പുറമെ ഇന്നത്തെ ഫെയർവെല്ലിൻ്റെ വീഡിയോ ആയാലും ഇതിനു മുമ്പ് +2 സ്കൂളിൽ തന്നെ ഓണം സെലിബ്രേഷൻ്റെ വ്ളോഗ് ഇറക്കില്ല. ഇതൊക്കെ ഇറക്കാൻ രണ്ട് കാര്യങ്ങളുണ്ട്, മെയിനായിട്ടുള്ള കാര്യങ്ങൾ. അതിൽ രണ്ടാമത്തെ കാര്യം, ഒരു 8, 9, 10 വർഷം കഴിഞ്ഞ് നിൽക്കുമ്പോൾ +2ലെ കുറേ മെമ്മറീസൊക്കെ എടുത്ത് ആലോചിക്കാൻ നോക്കുമ്പോൾ ഈ വീഡിയോ ഒക്കെ കാണുമ്പോൾ ഒരുപാട് സന്തോഷം നൽകുന്നൊരു കാര്യമാണ്. അത് പറയുമ്പോൾ നമ്മൾ എനിക്ക് എന്ത് സന്തോഷം എന്നൊക്കെ വിചാരിക്കും. പക്ഷേ അതിനൊരു ഉദാഹരണമുണ്ട്. ഞാൻ 10th പഠിച്ചിറങ്ങിയതും കണ്ടമംഗലം സ്കൂളിൽ തന്നെയാണ്. കണ്ടമംഗലം സ്കൂളിൽ ആ 10th പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ ഒരു 7-8 വീഡിയോ, അന്ന് എനിക്ക് യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഇറക്കിയൊരു വീഡിയോ എന്ന് പറയുമ്പോൾ ഓണ സെലിബ്രേഷൻ്റെ വീഡിയോ ഇറക്കിയിട്ടുണ്ട്, ക്രിസ്മസ് സെലിബ്രേഷൻ്റെ വീഡിയോ ഇറക്കിയിട്ടുണ്ട്. ഞങ്ങൾ ഊട്ടിയിൽ ടൂർ പോയപ്പോൾ ടൂർ പോയതിൻ്റെ ഒരു 4-5 വീഡിയോ ഉണ്ട്. മൊത്തത്തിലൊരു 8-9 വീഡിയോസ് ഉണ്ട്. ആ വീഡിയോ ഒക്കെ അപ്പം ഇറക്കുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഇറക്കി പോവുക, അന്ന് അങ്ങനെ ഒരു ചിന്തയുള്ളായിരുന്നു. പക്ഷേ ഇപ്പോൾ ഞാൻ അത് ചിന്തിക്കുമ്പോൾ അതൊക്കെ കാണുമ്പോൾ ഒരുപാട് സന്തോഷമാണ്. ഞാനോർത്തത് എനിക്ക് മാത്രമാണെന്ന്, പക്ഷെ അല്ല. അന്ന് കൂടെ പഠിച്ചവരായാലും, അന്ന് കൂടെ പഠിച്ച കുറേ പേര് ഇപ്പോഴും കൂടെ പഠിക്കുന്നുണ്ട്. എന്നിരുന്നാലും അന്ന് കൂടെ പഠിച്ചിട്ട് ഇപ്പോൾ കുറേ കാണാത്ത കുറേ ആൾക്കാരൊക്കെ വിളിച്ചിട്ടായാലും എടാ അന്നത്തെ വീഡിയോ ഒക്കെ കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. എൻ്റെ സെയിം ഒപ്പീനിയൻ തന്നെ അവർ ഇങ്ങോട്ട് പറയുമ്പോൾ അത് വേറൊരു സന്തോഷമാണ്. അതൊന്ന്. ഇനി ഒന്നാമത്തെ കാര്യം, ഇങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇടുമ്പോൾ യൂട്യൂബ് കുറച്ച് പാരിതോഷികങ്ങളൊക്കെ തരും, കാശൊക്കെ ആയിട്ട്. അപ്പോൾ അത് വീക്കിലി വരുന്നതിൻ്റെ ഒരു ഉത്സാഹമുണ്ട്. പക്ഷേ ഞാൻ ഒബ്വിയസ്ലി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മടി കാരണം കുറച്ചായിട്ടേ ഇടുന്നുള്ളൂ. എന്നിരുന്നാലും ഇടുന്ന വീഡിയോ ഒക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാക്സിമം നന്നാക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇപ്പോൾ സമയം 8:30 10 മണിക്കാണ് നമ്മുടെ ഡെക്കറേഷന് വേണ്ടി സ്കൂളിൽ ചെല്ലേണ്ടത്. 12 മണിയാകുമ്പോൾ അത് തീരും. 2 മണിക്കാണ് നമ്മുടെ ഫെയർവെല്ലിൻ്റെ പരിപാടി. ഒരുപാട് പരിപാടികളുണ്ട്. കേക്ക് കട്ടിങ് ഉണ്ട്, ടീച്ചർക്ക് ഗിഫ്റ്റ് കൊടുക്കുന്ന എന്തോ പരിപാടിയുണ്ട്, ക്ലാസ്സിലെ കുറച്ച് പേരുടെ ഡാൻസ് ഉണ്ട്. അങ്ങനെ ഒരുപാട് പരിപാടികളുടെ ഒരു കളക്ഷൻ ഓഫ് മെമ്മറീസ് ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് ഇറക്കാനാണ് എൻ്റെ ശ്രമം. ആവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഒരുപാട് പറഞ്ഞ് വലിച്ചു നീട്ടുന്നില്ല, ഒരുപാട് മെമ്മറീസ് പറയാനുണ്ട്. അതൊക്കെ ലാസ്റ്റത്തേക്ക് വെച്ചിരിക്കുകയാണ്. നേരെ വീഡിയോയിലേക്ക് പോവുക, അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ലെറ്റ്സ് സ്റ്റാർട്ട് അവർ വീഡിയോ.
പ്രിയപ്പെട്ട റോഷൻ ടീച്ചർ, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നമ്മുടെ +2 ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനിയുള്ള വിരലിലെണ്ണാവുന്ന കുറച്ച് ദിവസങ്ങള്, ആ ദിവസങ്ങള് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുക. എല്ലാവരും ഉയർന്ന മാർക്ക് മേടിച്ച് അഭിമാനമുണ്ടാക്കാവുന്ന ഒരുപാട് റിസൾട്ടുകൾ നമ്മുടെ ഈ ക്ലാസ്സിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ഞങ്ങള്. എനിക്ക് എന്ത് പറയണമെന്ന് ഒന്നും എനിക്ക് അറിയില്ല. എനിക്ക് ആദ്യമായിട്ട് ഇത്രയും ടെൻഷൻ നിറഞ്ഞ ഒരു 2 വർഷക്കാലം സമ്മാനിച്ച മറ്റു ചിലപ്പോൾ വളരെ മധുരതരമായ നിമിഷങ്ങൾ സമ്മാനിച്ച എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളാണ് നിങ്ങൾ ഓരോരുത്തരും. എനിക്ക് നിങ്ങളെ ഓരോരുത്തരെയും വ്യക്തിപരമായി നല്ലതുപോലെ മനസ്സിലാക്കിയ ഒരു ബാച്ചാണ് എൻ്റെ ഈ ബാച്ച് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഞാൻ നിങ്ങളെ ഓരോരുത്തർക്കും പ്രത്യേകമായിട്ട് ഓരോ കുട്ടികൾക്കും ഓരോരോ കഴിവുകളാണുള്ളത്. നിങ്ങൾ ആ കഴിവുകൾ വികസിപ്പിച്ച് അതിൻ്റെ പാരമ്യതയിൽ എത്തിച്ച് നിങ്ങൾ ഈ ലോകത്തിൻ്റെ നെറുകയിൽ വാഴട്ടെ എന്ന് ഞാൻ സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നു. അടുത്തതായി നമ്മുടെ ബോട്ടണി ടീച്ചറും അതിലുപരി നമുക്ക് ഭാവിയിൽ നമ്മൾ ഏത് വഴിയിലൂടെ സഞ്ചരിക്കാം, എന്തൊക്കെ എൻട്രൻസ് പരമായിട്ടുള്ള എല്ലാ ഉപദേശങ്ങളും തുടക്കം മുതൽ നമുക്ക് നൽകിയ ടീച്ചറാണ് ശ്രീദേവി ടീച്ചർ. ടീച്ചറിന്റെ 2 വാക്കുകൾ പറയുവാൻ വേണ്ടിയിട്ട്. എൻ്റെ ഏറ്റവും മിടുക്കന്മാരായ ഉഴപ്പന്മാരെ, എൻ്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥിനികളെ, ഞാൻ രാവിലെ തൊട്ട് എൻ്റെ ക്ലാസ്സിൻ്റെ പുറകെ ഓടി ഒരു പരുവായിട്ടിരിക്കുകയാണ്. പിന്നെ എന്നെ പറ്റി അനുലക്ഷ്മി ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ കുറച്ച് എന്താ പറയുക, എൻട്രൻസ് നമ്മൾ പോകുന്ന ഏത് വഴിയാണേലും അതിൻ്റെ ഒരു ടാർഗറ്റ് നമ്മുടെ മുന്നിലുണ്ടാകുന്നത് നല്ലതാണ്. ഞാനിപ്പോൾ അതിനെപ്പറ്റി ഒന്നും കൂടുതൽ പറയുന്നില്ല. പിന്നെ നിങ്ങളെ ക്ലാസ്സിൽ ചില സമയങ്ങൾ എൻ്റെ അഭിനന്ദേ അത് എന്താ പറയുന്നേ, കുറച്ചുപേരെങ്കിലും മുഴുവനെ തന്നെ നിർത്തിയിട്ടുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ചില സമയത്തൊക്കെ എൻ്റെ കൺട്രോൾ പോയിട്ട് ഞാനിങ്ങനെ ഭദ്രകാളിയുടെ കണക്കിന് തുള്ളിക്കൊണ്ട് നിൽക്കുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ എൻ്റെ പേര് വേറൊരു പര്യായ പദത്തിലേക്ക് മാറിയ പോലെ ആയിരുന്നു. എന്നാൽ പെൺകുട്ടികൾ ചിലര് മാത്രം എൻ്റെ എപ്പോഴും ചിരിച്ചോണ്ടിരിക്കുന്ന 2 പേരുണ്ട്, വിഷ്ണുപ്രിയൻ, അമൃത്. അതെന്നെ പറ്റിയെന്ന് അറിയത്തില്ല. അമൃത് എൻ്റെ ക്ലാസ്സിൽ നിന്ന് ഇപ്പുറത്തോട്ട് പോകുന്നതുകൊണ്ടാണ്. എൻ്റെ ക്ലാസ്സിൽ ഫുൾ ടൈം ചിരിയായിരുന്നു. എല്ലാവരും ശിവയാണേലും വല്ലപ്പോഴും ഒക്കെ കാണാറുള്ളൂ കേട്ടോ ശിവയെ. കുറച്ചു നേരം എങ്ങനെയാണെന്ന് അറിയത്തില്ല, അവർ വീട്ടിലിരുന്ന് പഠിത്തമായിരുന്നു തോന്നുന്നു. അപ്പൊ എന്തെങ്കിലും നിങ്ങളുടെ ആരും എന്നെ വലിയ പേഴ്സണലി ഒന്നും ഒട്ടും തന്നെ വിഷമിപ്പിച്ചിട്ടില്ല. ഈ ബഹളങ്ങളൊക്കെ ഉണ്ടാക്കുന്നതിന് നിങ്ങളുടെ പ്രായത്തിന്റെ പ്രത്യേകതയാണല്ലോ, അതുകൊണ്ട് തന്നെ ഞാനത് ഉൾക്കൊള്ളുന്നു. പിന്നെ ആകാശം ഇടയ്ക്കിടയ്ക്ക് എനിക്ക് മെസ്സേജ് ഇടും കേട്ടോ. എനിക്ക് ഒത്തിരി സന്തോഷം തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞാല് നല്ല ഒരു ജീവിതത്തിന്റെ ഉടമകളായി തീരട്ടെ. സമൂഹത്തിന് എപ്പോഴും നിങ്ങളെ കണ്ടമംഗലത്ത് നിന്ന് പോകുമ്പോഴും കണ്ടമംഗലത്ത് പഠിച്ചതാണ്, അതുകൊണ്ട് ഒരു മോശം പേര് ആരുടെ പേരിലും ഉണ്ടാകാതിരിക്കുക. അതുകൊണ്ടാണ് നിങ്ങളോട് സ്ട്രിക്റ്റ് ആയിട്ട് അങ്ങനെ പറയുന്നത്. പിന്നെ പണ്ട് മുതലേ എൻ്റെ ഒരു നേച്ചർ അങ്ങനെയാണ്. ക്ലാസ്സിൽ ബഹളം ഉണ്ടാകുമ്പോൾ എനിക്ക് പഠിപ്പിക്കാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാകും. നിങ്ങളോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞു, നിങ്ങൾ ബഹളം ഉണ്ടാക്കുമ്പോൾ അതാണ് എനിക്കൊരു ഇറിറ്റേഷൻ കയറി വരുന്നത്, സ്ട്രിക്റ്റ് ആകുന്നത്, കുറച്ച് പേരൊക്കെ നിലത്ത് പിടിച്ചിരുത്തുന്നത്. അതിൻ്റെ ആ ഒരു രീതിയിൽ കണ്ടേച്ചാൽ മതി കേട്ടോ. നിങ്ങളോട് ആരോടും പ്രത്യേകിച്ച് ഒരു പിണക്കമോ പരിഭവമോ ഒന്നുമില്ല. എല്ലാവരും നല്ല മാർക്കൊക്കെ മേടിച്ച് ജയിക്കണമെന്നാണ് ആഗ്രഹം. പിന്നെ ശ്രീദേവി ടീച്ചർ കുറേ പേരുടെ കാര്യമൊക്കെ പറഞ്ഞില്ലേ, അതൊക്കെ തന്നെ ഞങ്ങളുടെ എല്ലാവരുടെ മനസ്സിലുണ്ട്. എല്ലാ കുട്ടികളും നമ്മുടെ മനസ്സിൽ പതിഞ്ഞവരാണ്. അപ്പൊ എന്തായാലും പരീക്ഷയ്ക്കൊക്കെ നല്ല മാർക്ക് മേടിക്കാൻ ശ്രമിക്കുക, ജീവിതത്തിലും ഉന്നത വിജയം കൈവരിക്കുക കേട്ടോ. എല്ലാ ആശംസകളും. ബഹുമാനിയായ ക്ലാസ് ടീച്ചർ, സഹപ്രവർത്തകരെ, പ്രിയപ്പെട്ട കുട്ടികളെ, എനിക്കേറെ ഇഷ്ടമുള്ള ഒരു ക്ലാസ്സായിരുന്നു നിങ്ങളുടെ ക്ലാസ്. മലയാളം കുട്ടികളായിരുന്നു കൂടുതൽ, അതുകൊണ്ട് തന്നെ പിന്നെ നിങ്ങളുടെ ചെറിയ ചെറിയ ശ്രുതികളൊക്കെ കുറെ ആസ്വദിച്ചിട്ടുണ്ട്. അത് പലപ്പോഴും പേപ്പർ നോക്കുന്നതിനിടക്ക്
അത് ആരാണ് എഴുതിയതെന്നൊക്കെ അറിയാലോ. ശാകുന്തളത്തിനൊക്കെ പുതിയ വെർഷൻ ഉണ്ടാക്കിയ ആളുകളുണ്ട് ഇവിടെ. അപ്പോ നമ്മൾ ആൻസർ പേപ്പർ കറക്റ്റ് ആയിട്ട് വായിച്ചു കഴിഞ്ഞാല് ഒരു ജീവിതകാലം മുഴുവൻ ഓർക്കാനുള്ള തമാശകളുണ്ട്. പഠിപ്പിച്ച കാര്യങ്ങളെക്കാൾ കൂടുതൽ നിങ്ങളുടെ ഭാവനകൾ നമുക്ക് മലയാളത്തിലല്ലേ അങ്ങനെ എഴുതി വെക്കാൻ പറ്റുള്ളൂ. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം. എല്ലാവർക്കും നല്ല നല്ല കോഴ്സുകൾക്ക് അഡ്മിഷൻ കിട്ടട്ടെ. 2023-25 വർഷത്തെ, അതായത് ഞാൻ അതിനു മുമ്പ് നിങ്ങൾ വരുമ്പോൾ ഞാനൊരു ക്ലാസ് ടീച്ചറായിരുന്നു. അത് തൊട്ടടുത്ത ക്ലാസ് ആയിരുന്നു നിങ്ങൾ. അപ്പോൾ എന്തായാലും നിങ്ങളെ പഠിപ്പിക്കാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. പിന്നെ ഒത്തിരി ഓർമ്മകളൊക്കെ നിങ്ങൾ തന്നിട്ടുണ്ട്. പല രീതിയിലും നല്ലതും ചീത്തയായിട്ടുള്ള ഒത്തിരി ഓർമ്മകളൊക്കെ ഉണ്ട്. പിന്നെ ഒത്തിരി നല്ല കുട്ടികളും ഉണ്ടായിരുന്നു പല മേഖലകളിലും. ഇപ്പൊ പറഞ്ഞ ആകാശ് രാജ്, അതുപോലെ പഠിക്കുന്ന കാര്യങ്ങളിലാണെങ്കിലും നല്ല കുട്ടികളൊക്കെ ഉള്ള ഒരു ക്ലാസ് ആയിരുന്നു +2 B ബാച്ച്. നിങ്ങളെല്ലാവരും പഠിപ്പിക്കാൻ അവസരം കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട്. ഇനി ഭാവിയിൽ നിങ്ങൾക്ക് നല്ല നല്ല അവസരങ്ങൾ ഉണ്ടാവും, നല്ല ഉയർച്ചകളൊക്കെ ഉണ്ടാവും. അപ്പോഴൊക്കെ ഞങ്ങളെ മറക്കാതിരിക്കുക. പിന്നെ എവിടെയെങ്കിലുമൊക്കെ വെച്ച് കാണുമ്പോൾ ചിലപ്പോൾ ഞാൻ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നിങ്ങളെന്നെ തിരിച്ചറിഞ്ഞ് വരിക. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. ക്ലാസ് ടീച്ചർ, റോഷൻ ടീച്ചർ, പ്രിയ സഹപ്രവർത്തകരെ, എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെ, ഞാനും വളരെയധികം എൻജോയ് ചെയ്തിട്ടുള്ളൊരു ക്ലാസ്സാണ് +2 B ബാച്ച്. എന്തോ എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും ഈ ക്ലാസ്സിൽ വന്നു കഴിയുമ്പോൾ എന്തോ ഒരു എനർജി കിട്ടിയ മാതിരിയാണ്. എല്ലാ രീതിയിലും ഞങ്ങൾക്ക് ഒത്തിരി പ്രതീക്ഷ നൽകുന്ന ക്ലാസ്സാണ്. എൻ്റെ മനസ്സിൽ പതിഞ്ഞവരാണ് ഓരോ രീതിയിൽ, അല്ലെ? ഒരു ടീമുണ്ട് ഇവിടെ പഠിക്കുന്ന. ഇപ്പം പഠിത്തത്തിൽ അക്ഷയ, അനുലക്ഷ്മി, ഇവരെ കുറിച്ച് പറയാനാണെങ്കിൽ തന്നെയാണെങ്കിലും സാധാരണ സയൻസ് ബാച്ചുകാർക്ക് ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ ഒരു നെഗ്ലിജൻസ് ആണ്. അവർക്ക് ലാംഗ്വേജിനോടൊരു പുച്ഛമാതിരി. പക്ഷെ ഈ ബാച്ചില് ഈ കുട്ടികൾക്ക്, അല്ലെ, നമ്മൾ ഇംഗ്ലീഷ് ആണെങ്കിൽ പോലും നമ്മൾ എന്താണോ പറയുന്നത് അത് വളരെ കാര്യമായിട്ട് തന്നെ ഓരോ പോയിന്റും നോട്ട് ചെയ്ത് വീണ്ടും സംശയം ചോദിക്കുകയും, അതുപോലെ ബോയ്സ് ആണെങ്കിലും ആദിത്യ, കിരൺ എന്തെങ്കിലും വഴക്ക് പറഞ്ഞുകൊണ്ട് ചെല്ലുമ്പോഴാണ് വേറെ നമ്മൾ ഡൈവേർട്ട് ചെയ്ത് കളയുന്നത്. അവന്റെ തമാശയൊക്കെ പറഞ്ഞ് അവസാനം തിരിച്ച് അവിടുന്ന് പോകത്തുള്ളൂ. പിന്നെ ദർശക പാവം പിള്ളേരാണ്. നവപ്രകാശ്, അങ്ങനെ പിന്നെ ഗോകുൽ, അതൊക്കെ അവരെ ഒരു സ്നേഹമുണ്ട് കാണുമ്പോൾ തന്നെ. ടീച്ചർ എന്നുള്ള ആ ഒരു വിളി. അനന്തകൃഷ്ണനാണെങ്കിൽ ഞാൻ പറഞ്ഞാൽ കേൾക്കുവൻ, അല്ലെ? ആ ഒരു പരാജയം ഉണ്ടെങ്കിലും പറഞ്ഞാൽ ഇഷ്ടമുള്ള ഒരു പയ്യനാണ് അനന്തകൃഷ്ണൻ. അപ്പം എല്ലാവർക്കും നല്ലൊരു ഭാവി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. അപ്പൊ ഈ ഒരു ക്ലാസ്സിനെ കുറിച്ചാണെങ്കിൽ എന്റെ ദേഷ്യം ആകെ കണ്ടിട്ടുള്ളത് ഈ ക്ലാസ് കേൾക്കാൻ മാത്രമാണ്. പിന്നെ പറഞ്ഞ പോലെ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ക്ലാസ് ആണ്. എല്ലാ കാറ്റഗറിയിൽപ്പെട്ട കുട്ടികളും ഉള്ളൊരു ക്ലാസ് ആണ്. നമുക്ക് എല്ലാ ടൈപ്പും ഉണ്ട് ഇവിടെ. പഠിക്കണം എന്ന് ആഗ്രഹമുള്ളവരും അല്ലാതെ കഴിവുള്ളവരും, പക്ഷെ കഴിവുകൾ പല രീതിയിലുള്ള കഴിവുകൾ ഉള്ള കുട്ടികളാണ്. ഭാവിയിൽ നല്ല പ്രൊഫഷനിലും നല്ല കരിയറിലും ഒക്കെ എത്തിപ്പെടട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ നല്ല മാർക്കൊക്കെ മേടിക്കുക. എല്ലാവിധ ഭാവുകങ്ങളും ആശംസിക്കുന്നു. ഒരു പ്രോഗ്രാമാണ്, ഒരു ഡാൻസ് പ്രോഗ്രാമാണ്. നമ്മുടെ ക്ലാസ്സിലെ തന്നെ ഈ 2 വർഷം ഒരുപാട് പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്തിട്ടുള്ള ഒരു ടീമാണ്.
നല്ല കുട്ടികളായിട്ട് ഭാവിയിൽ എല്ലാ സർവീസിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും തികഞ്ഞവരായിട്ട് നിങ്ങൾ വളരട്ടെ എന്ന് ഞാൻ ദേവിയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കെമിസ്ട്രി പഠിപ്പിക്കുന്ന ടീച്ചർ ആയിട്ടുള്ള രമീന ടീച്ചറിനെ ഞാൻ ക്ഷണിക്കുകയാണ്. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കുട്ടികളെ, സത്യം ഞാൻ നിങ്ങൾ ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ട് ഈ സ്കൂളിലേക്ക് വരുമ്പോൾ നിങ്ങൾ വരുന്നതിൻ്റെ കൂടെ തന്നെയാണ് ഞാനും ഇവിടെ ചെയ്യുന്നത്. വിജയം കൈവരിക്കാൻ ആകട്ടെ എന്ന് ഈശ്വരനാമത്തിൽ ആശംസിക്കുന്നു കേട്ടോ. ബെസ്റ്റ് വിഷസ് ടു ഈച്ച് ആൻഡ് എവരിവൺ. Meanwhile, ക്ലാസ്സിൽ വരുന്ന ടീച്ചർമാരെല്ലാം മയക്കി വെടിവെച്ചിടുന്ന ആളാണ് ആദിത്യകിരൺ. മയക്കുവെടി